ഹലോ ഡിയേഴ്സ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 4th സ്റ്റാൻഡേർഡിലെ ഇംഗ്ലീഷ് ആണ് കേട്ടോ. അപ്പം ആ ഇംഗ്ലീഷിലെ സെക്കൻഡ് യൂണിറ്റ് ആയ വോയിസസ് ഇൻ യൂണിസോൺ. എന്താണ് വോയിസ് എന്ന് പറയുക? സൗണ്ട് ഇൻ യൂണിസോൺ, ഏകീകൃതമായ ശബ്ദങ്ങൾ എന്നൊക്കെ പറയൂല്ലേ. അപ്പം എന്താ നമുക്ക് നോക്കാം. വോയിസസ് ഇൻ യൂണിസോൺ. ഇവിടെ നോക്കൂ, ഇവിടെ ഹെൽപ്പിംഗ് ആണ് അല്ലേ. ഇവിടെ കുറേ ആൾക്കാർ ഇതാ നിൽക്കുന്നുണ്ട്. ഇവിടെ എന്താണ് കുറച്ച് ആൾക്കാർ ഹെൽപ്പ് ചെയ്യാറെ ആ ഡോഗിനെ രക്ഷപ്പെടുത്തുക അല്ലേ. Alone we can do so little, together we can do so much. ഹെലൻ കെല്ലർ. അപ്പൊ എന്താ അവിടെ പറയുന്നത്? എന്താ ഇതിന്റെ മീനിങ് നോക്കിയേ. Alone we can do so little. എന്താണ് എലോൺ എന്ന് പറഞ്ഞാൽ ഒറ്റക്ക് അല്ലേ. ഒറ്റക്ക് എന്താണ് വി ക്യാൻ ഡു, നമുക്ക് ചെയ്യാൻ കഴിയുന്ന എന്താണ് കുറച്ച് മാത്രമേ ചെയ്യാൻ കഴിയുള്ളൂ അല്ലേ. സോ ലിറ്റിൽ കുറച്ച് മാത്രമേ എന്താക്കാൻ കഴിയുള്ളൂ, നമുക്ക് ചെയ്യാൻ കഴിയുള്ളൂ അല്ലേ. ടുഗദർ ഒരുമിച്ചാരോ വി ക്യാൻ ഡു സോ മച്ച് അല്ലേ, നമുക്ക് ചെയ്യാൻ എന്താ ഒരുപാട് ചെയ്യാൻ കഴിയുന്നതാണ് ഹെലൻ കെല്ലർ പറഞ്ഞിരിക്കുന്നത് അല്ലേ. അപ്പോൾ ഒറ്റയ്ക്ക് നമ്മൾ ചെയ്യുന്ന കുറച്ചേ ചെയ്യാൻ കഴിയുള്ളൂ. ഒരുമിച്ച് നിന്നാൽ എന്താണ് നമുക്ക് ഒരുപാട് ചെയ്യാൻ കഴിയില്ലേ. ഒത്തുപിടിച്ചാൽ മറിയും പോരെന്നുള്ള പഴഞ്ചൊല്ലൊക്കെ കേട്ടിട്ടുണ്ടോ? വീട്ടിൽ അമ്മനോട് അച്ഛനോടൊക്കെ ചോദിച്ചു നോക്കുക കേട്ടോ. ഓക്കെ, ഡോർവേ. ലുക്ക് അറ്റ് ദ പിക്ചർ. ഈ ചിത്രം നോക്കിയേ. എന്താണ് ഇവിടെ ഇവർ ചെയ്യുന്നത്? കുട്ടികൾ എന്താ ചെയ്യുന്നത്? ദേ ആർ മേക്കിംഗ് ടോയ് ഹൗസ് എന്നൊക്കെ പറയാം അല്ലേ. ഒരു വീട് ഉണ്ടാക്കുകയാണ് അല്ലേ, കളി വീട് ഉണ്ടാക്കുകയാണ്. ബട്ട് ആർ ദ ചിൽഡ്രൻ ഡൂയിങ്? ദേ ആർ മേക്കിംഗ് ടോയ് ഹൗസ് അല്ലേ. ഡു ദ ചിൽഡ്രൻ ഹെൽപ്പ് ഈച്ച് അതർ? ഹൗ? അവർ സഹായിക്കുന്നുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ? യെസ് അല്ലേ, അവർ സഹായിക്കുന്നില്ല. എങ്ങനെയാണ്? ദേ ബ്രിങ് ദ സാൻഡ് ടു നിയർ ദ അല്ലേ. ഓക്കെ, ഹാവ് യു വർക്ക്ഡ് വിത്ത് യുവർ ഫ്രണ്ട്സ് ടു മേക്ക് സംതിങ് ഇൻട്രസ്റ്റിംഗ്? നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ കൂട്ടത്തിൽ നിങ്ങൾ എന്താണ് നിങ്ങൾക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള എന്തെങ്കിലും സംഭവം ചെയ്യാൻ നിങ്ങൾ സഹായിച്ചിട്ടുണ്ടോ? ഷെയർ യുവർ എക്സ്പീരിയൻസ്. നിങ്ങൾ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ നോക്കൂ. ഹിയർ ഈസ് എ സ്റ്റോറി അബൌട്ട് പീപ്പിൾ ഹു സ്റ്റാൻഡ് ടുഗദർ ടു മേക്ക് ദെയർ ഹോം സേഫ് ആൻഡ് പീസ്ഫുൾ. ഇവിടെ ഒരു സ്റ്റോറിയാണ് കേട്ടോ. ഇവിടെ എന്താണ് സ്റ്റോറി പറയുന്നത് മക്കളെ? ഇവിടെ കുറച്ച് ആൾക്കാരുണ്ട് അല്ലേ. അവരുടെ വീട് സുരക്ഷിതവും സമാധാനപരവും ആക്കാൻ എന്താണ് ഒരുമിച്ച് നിൽക്കുന്ന ആളുകളെ കുറിച്ചിട്ടുള്ള ഒരു സ്റ്റോറിയാണ് ഇവിടെ പറയുന്നത്. എന്താ? ദ റെയിൻബോ പീപ്പിൾ. എന്താണ് റെയിൻബോ പീപ്പിൾ എന്ന് പറഞ്ഞാല്? റെയിൻബോ എന്ന് പറഞ്ഞാൽ എന്താ നിങ്ങൾക്ക് അറിയില്ലേ? റെയിൻബോ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മളെ മഴവില്ല് അല്ലേ, മഴവില്ല്. ഇപ്പം റെയിൻബോ പീപ്പിൾ എന്നാണ് ഇതിന് ഹെഡിങ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നോക്കുക നമുക്ക് എന്താണ് ഈ സ്റ്റോറി പറയുന്നത്. ഇവിടെ കുറേ ആൾക്കാർ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്, കിടക്കുന്നുണ്ട്, ചാരി നിൽക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ നോക്കാം നമുക്ക്. ബിനീത്ത് ദ ക്വയറ്റ് സ്കൈ. എന്താണ് ബിനീത്ത്? ബിനീത്ത് എന്ന് പറഞ്ഞാൽ എന്താ? അണ്ടർ അല്ലേ. അണ്ടർ ദ എന്താണ് ക്വയറ്റ് ആയിട്ടുള്ള അല്ലെ, ശാന്തമായ ആകാശത്തിന് താഴെ എന്നുള്ളൊരു ഇതാണ് ഇവിടെ പറയുന്നത് അല്ലേ. അപ്പോൾ നോക്കാം നമുക്ക് എന്താ അവിടെ പറയുന്നത്. ഓൺ എ വാസ്റ്റ് സാൻഡി ലാൻഡ് ദർ വാസ് എ വാം ആൻഡ് പീസ്ഫുൾ വില്ലേജ്. എന്താണ്? വിശാലമായ മണൽ നിറഞ്ഞ ഭൂമിയിലാണ് അല്ലേ. അവിടെ എന്താണ് ഊഷ്മളവും ശാന്തവുമായ ഒരു പീസ്ഫുൾ ആയിട്ടുള്ള വില്ലേജ് ഉണ്ടായിരുന്നു അല്ലേ. ഒരു വില്ലേജ് ഉണ്ടായിരുന്നു, ഗ്രാമം ഉണ്ടായിരുന്നു അല്ലേ. ദ വില്ലേജസ് വെർ സിമ്പിൾ ആൻഡ് കൈൻഡ് ഹാർട്ടഡ് അല്ലേ. ആ വില്ലേജസ് ആണെങ്കിലാണ് ഒരു പാവമായിരുന്നു അല്ലേ, നല്ല മനുഷ്യരായിരുന്നു അവർ. ദ ഹാഡ് നെവർ മെറ്റ് എനി ഔട്ട്സൈഡേഴ്സ്. അവരൊരിക്കലും എന്താണ് അവരെ പുറമുള്ള ആൾക്കാരെയൊന്നും കണ്ടിട്ടില്ല. അവരുടെ ഗ്രാമത്തിലുള്ള ആൾക്കാരെ മാത്രമേ, അവരുടെ വില്ലേജിലുള്ള ആൾക്കാരെ മാത്രമേ എന്തായുള്ളൂ കണ്ടിട്ടുണ്ടായിരുന്നുള്ളൂ. ദ എൻജോയ്ഡ് ദ കാം ആൻഡ് ക്വയറ്റ് ലൈഫ് ഓഫ് ദെയർ വില്ലേജ്. അവരെന്താക്കി? അവർ എൻജോയ് ചെയ്തു അല്ലേ അവരുടെ വില്ലേജിൽ തന്നെ. അവരുടെ ആ സന്തോഷപരമായിട്ടുള്ള ആ ക്വയറ്റായിട്ടുള്ള ലൈഫിൽ അല്ലേ, കാം ആൻഡ് ക്വയറ്റ് ലൈഫിൽ എന്താക്കി അവർ എൻജോയ് ചെയ്തു അല്ലേ. ജീവിതം തന്നെ ഇങ്ങനെ ആസ്വദിച്ചു അല്ലേ. അവരുടെ ഗ്രാമത്തിൻ്റെ ശാന്തവും ജീവിതം എന്താണ് അവർ ആസ്വദിച്ചു. One bright morning, the sun sprinkled its glowing golden light across the wide and clear sky. The villagers gathered in their usual spot. Some rested under the shade of tall trees. Some people sat cross-legged on the soft sand. A few children lay on the ground, sketching patterns in the sand with the sticks. എന്താണ് പറയുന്നത്? വൺ ബ്രൈറ്റ് മോർണിംഗ്, നല്ലൊരു ദിവസം രാവിലെ അല്ലേ. ഒരു ശോഭയുള്ള പ്രഭാതത്തിൽ എന്ന് പറയുന്നത് നല്ലൊരു ബ്രൈറ്റ് ആയിട്ടുള്ള മോർണിംഗ് ആണ് കേട്ടോ. നല്ല തെളിച്ചുള്ളൊരു രാവിലെ. ദ സൺ സ്പ്രിങ്കിൾഡ് ഇറ്റ്സ് ഗ്ലോയിങ് ഗോൾഡൻ ലൈറ്റ് അക്രോസ് ദ വൈഡ് ആൻഡ് ക്ലിയർ സ്കൈ. എന്താണ്? വിശാലവും തെളിഞ്ഞുമായ ആകാശത്ത് എന്താണ് സണ്ണ് അതിൻ്റെ തിളങ്ങുന്ന സ്വർണ്ണ വെളിച്ചം വിതറി. നല്ലൊരു മോർണിംഗ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. ദ വില്ലേജസ് ഗാദേർഡ് ഇൻ ദെയർ യൂഷ്വൽ സ്പോട്സ്. എന്താണ്? ആ വില്ലേജേഴ്സ് സാധാരണ അവരവരുടെ സ്ഥലത്ത് പതിവ് സ്ഥലങ്ങളിൽ ഒത്തുകൂടി അല്ലേ. സം റെസ്റ്റഡ് അണ്ടർ ദ ഷെയ്ഡ് ഓഫ് ടോൾ ട്രീസ്. എന്താ ചിലരെന്താക്കി വലിയ മരത്തിന്റെ തണലിൽ വിശ്രമിക്കുകയാണ് അല്ലേ. സം പീപ്പിൾ സാറ്റ് ക്രോസ് ലെഗ്ഡ് ഓൺ ദ സോഫ്റ്റ് സാൻഡ്. ചിലരെന്താണ് അവർ എന്താണ് താഴെ എന്താണ്
ഇരിക്കുകയാണ്, അതായത് കാല് കവച്ച് വെച്ച് ഇരിക്കുക എന്നുള്ളതാണ് കേട്ടോ. പടിഞ്ഞിരിക്കുക എന്നൊക്കെ പറയില്ല, അതുമായി ഇരിക്കുകയാണ്. എ ഫ്യൂ ചിൽഡ്രൻ ലേ ഓൺ ദ ഗ്രൗണ്ട്. ചെറിയ കുട്ടികൾ എന്താണ്, കുറച്ച് കുട്ടികൾ എന്താണ് ഗ്രൗണ്ടിൽ കിടക്കുകയാണ്. സ്കെച്ചിങ് പാറ്റേൺസ് ഇൻ ദ സാൻഡ് വിത്ത് സ്റ്റിക്സ്. അവരെന്താണ് ഓരോ പാറ്റേണുകൾ എന്താണ് കടന്നുകൊണ്ട് അവർ കുറച്ച് കുട്ടികൾ ഗ്രൗണ്ടിൽ കിടന്നുകൊണ്ട് എന്താണ് അവർ മണലിൽ ഇങ്ങനെ ഒരു വടിയെടുത്ത് ഇങ്ങനെ പാറ്റേൺ വരയ്ക്കുക, ചിത്രങ്ങൾ വരയ്ക്കുക അല്ലേ. വാട്ട് മെയ്ഡ് ദ വില്ലേജ് ആൻഡ് ഇറ്റ്സ് പീപ്പിൾ സ്പെഷ്യൽ? ഹാവ് യു എവർ ഡ്രോൺ പിക്ചർ ഓൺ സൺ വെൻ ആൻഡ് വേർ? അപ്പോൾ എന്താണ് ഈ വില്ലേജ് ആൻഡ് ഇറ്റ്സ് സ്പെഷ്യൽ പീപ്പിളിന്, വാട്ട് മെയ്ഡ് ദ വില്ലേജ് ആൻഡ് ഇറ്റ്സ് പീപ്പിൾ സ്പെഷ്യൽ? എന്താണ് ആ വില്ലേജിനെയും അവിടുത്തെ ജനങ്ങളെയും എന്താണ് സ്പെഷ്യൽ ആക്കിയത്, എന്താണ് സവിശേഷതയാക്കിയത് എന്താണെന്ന് ചോദിച്ചിരിക്കുന്നത്. പിന്നെ ഹാവ് യു എവർ ഗ്രോൺ പിക്ചേഴ്സ് ഓൺ സാൻഡ്? നിങ്ങൾ എന്തെങ്കിലും മണലിൽ ചിത്രങ്ങൾ വരച്ചിട്ടുണ്ടോ? വെൻ ആൻഡ് വേർ, എവിടെ, എപ്പോൾ ആൻഡ് എവിടെ എന്നാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത് കേട്ടോ. വെൻ ആൻഡ് വേർ അല്ലേ, എപ്പോഴും എവിടെയാണ് നിങ്ങൾ അങ്ങനെ ചിത്രം വരച്ചിരിക്കുന്നത്. നോക്കാം നമുക്ക്. ദ സ്ട്രേഞ്ച് ബ്രീസ്. ബ്രീസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഇളങ്കാറ്റ് എന്നൊക്കെ പറയും അല്ലേ. അപ്പം പരിചിതമല്ലാത്തൊരു ഇളങ്കാറ്റ് കേട്ടോ. സഡൻലി എ വാം ബ്രീസ് സ്വെപ്റ്റ് ത്രൂ ദ വില്ലേജ് ആൻഡ് മെയ്ഡ് ദ എയർ ഫീൽ ഡിഫറെന്റ് ആൻഡ് മാജിക്കൽ. എവരിവൺ ലുക്ക്ഡ് അപ്വാർഡ്. വൗ, വാട്ട് എ ബ്യൂട്ടിഫുൾ സൈറ്റ്. their eyes widened in wonder. എന്താ അവിടെ പറയുന്നത്? സഡൻലി പറഞ്ഞാൽ പെട്ടെന്ന് എന്താണ് ഒരു വാം ബ്രീസ്, നല്ല ഇളങ്കാറ്റ്, നല്ല ചൂടുള്ള ഇളങ്കാറ്റ് എന്താക്കി ആ വില്ലേജിലൂടെ ഗ്രാമത്തിലൂടെ ഒരു ചൂടുള്ള കാറ്റ് എന്താ വീശി അടിച്ചു അല്ലേ. അപ്പോൾ അറ്റ്മോസ്ഫിയർ എന്തായി, ആ വില്ലേജ് എന്താണ് ഒരു വ്യത്യസ്തവും മാന്ത്രികവുമായി തോന്നിയില്ലേ, ഡിഫറെൻറ്റും മാജിക്കലും ആയിട്ട് തോന്നിയില്ലേ. എല്ലാവരും എന്താണ് എവരിവൺ ലുക്ക്ഡ് അപ്വാർഡ്, എല്ലാവരും മുകളിലേക്ക് നോക്കിയില്ലേ. വാവ്, വാട്ട് എ ബ്യൂട്ടിഫുൾ സൈറ്റ്, ഇത്ര മനോഹരമായ കാഴ്ച. അവരുടെ കണ്ണുകൾ എന്താണ് വൈഡൻ ഇൻ വണ്ടർ അല്ലെ, അത്ഭുതത്താൽ വിടർന്നു. കളർഫുൾ റിബൺസ് ബിഗാൻ ടു ഫാൾ ഫ്രം ദ സ്കൈ. എന്താണ് കളർഫുൾ ആയിട്ടുള്ള ആ എന്താണ് റിബണുകൾ എന്താക്കി ആകാശത്ത് നിന്ന് താഴോട്ട് വീഴാൻ തുടങ്ങി അല്ലേ. ഫ്ലട്ടറിങ് ലൈക്ക് ബട്ടർഫ്ലൈസ്. എങ്ങനെയാണ് ബട്ടർഫ്ലൈ പോലെ പറന്ന് വീഴാൻ തുടങ്ങിയവർ അല്ലേ. ആ കളർഫുൾ ആയിട്ടുള്ള റിബൺ. ബ്ലൂ റിബൺസ് ഡ്രിഫ്റ്റഡ് ഡൗൺ ആൻഡ് എന്താണ് ബ്ലൂ റിബൺസ് എന്താണ് താഴേക്ക് ഒഴുകി അല്ലേ. ആൻഡ് റെഡ് വൺ സ്പൺ ലൈക്ക് എ മാജിക്കൽ ടോപ്പ് അല്ലേ. ചുവന്ന റെഡ് റിബൺ എന്താക്കി ഒരു മാന്ത്രിക ടോപ്പ് പോലെ എന്താണ് കറങ്ങി. ദെൻ യെല്ലോ റിബൺസ് ഫ്ലോട്ടഡ് ലൈക്ക് ഷെഡിങ് ഓട്ടം ലീവ്സ്. എന്താണ് യെല്ലോ റിബൺസ് അല്ലേ, മഞ്ഞ റിബൺ എന്താക്കി ഈ ഓട്ടം ലീവ്സ് എന്ന് പറഞ്ഞാൽ എന്താണ് വിലകളൊക്കെ കൊഴിയുന്ന കാലമുണ്ടല്ലോ, ശരത്കാല ഇലകൾ കൊഴിഞ്ഞു വീഴുന്നത് പോലെ പൊങ്ങി അല്ലേ. ഗ്രീൻ വൺസ് ഫെൽ ലൈക്ക് ഫ്രഷ് ഗ്രാസ്. അതുവരെ പച്ച ഗ്രീൻ എന്താക്കി അത് എന്താണ് ഫ്രഷ് ഗ്രാസ്, നീല എന്താണ് ഒരു ഫ്രഷ് ആയിട്ടുള്ള പുല്ലില്ലേ, അതായത് പുല്ലുകൾ പോലെ എന്താക്കി താഴോട്ടേക്ക് വീണ് അല്ലേ. കണ്ടോ, കണ്ടിട്ട് എല്ലാവരും നോക്കുക അല്ലേ. വാട്ട് ഹാപ്പൻ വെൻ ദ ബ്രീസ് സ്വെപ്റ്റ് ത്രൂ ദ വില്ലേജ്? അപ്പോൾ എന്താണ് അവിടെ സംഭവിച്ചത്? ആ ബ്രീസ് സ്വെപ്റ്റ് വില്ലേജ് വന്നപ്പോൾ ആ വില്ലേജിൽ എന്താ സംഭവിച്ചതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. വിച്ച് സെന്റൻസ് ഇൻ ദ സ്റ്റോറി ഷോസ് ദാറ്റ് ദ പീപ്പിൾ വെർ സർപ്രൈസ്ഡ്? ഏത് സെന്റൻസ് ആണ് ഈ സ്റ്റോറിയിൽ ആൾക്കാർ സർപ്രൈസ്ഡ് ആയി എന്നുള്ളത് ഇവിടെ സൂചിപ്പിക്കുന്ന സെന്റൻസ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ഇനി റിബൺസ് ഓഫ് വണ്ടർ. എന്താണ് വണ്ടർ, അത്ഭുതത്തോടെയുള്ള റിബൺസിൽ അത്ഭുതത്താലുള്ള റിബൺസ്. ദ വില്ലേജേഴ്സ് ran and eagerly grabbed the ribbons. അങ്ങനെ വില്ലേജേഴ്സ് എന്താക്കി ഓടി ഭയങ്കര ആകാംക്ഷയോട് കൂടി എന്താക്കി ആ റിബൺസ് ഒക്കെ ഇങ്ങോട്ട് എടുത്ത് അല്ലേ. ദേ ടൈഡ് ദം അറൗണ്ട് ദംസെൽസ്. അവരെന്താക്കി അവരുടെ മേൽ തന്നെ കെട്ടി അല്ലേ. ദ കളർ ഓഫ് ദ റിബൺ സീം ടു സ്പ്രെഡ് ഓൺ ദെയർ സ്കിൻ. അപ്പോൾ അവരെടുത്ത കളറിന്റെ ആ റിബണിന്റെ കളർ ഉണ്ടല്ലോ, അത് അവരുടെ മേലിങ്ങോട്ട് സ്കിന്നിലേക്ക് എന്താക്കി സ്പ്രെഡ് ചെയ്യാൻ തുടങ്ങി അല്ലേ. ലില്ലീസ് ബ്ലൂ റിബൺ മെയ്ഡ് ഹെർ റിസംബിൾ ദ സ്കൈ. അപ്പൊ എന്താണ് ലില്ലിന്റെ ബ്ലൂ റിബൺ എന്താക്കി അവളെന്താക്കി സ്കൈ പോലെ അല്ലെ ആക്കി. അതായത് ആകാശം പോലെ എന്താക്കി ആകാശത്തെ പോലെ ആക്കിയില്ല അവളെ. ലില്ലിന്റെ ബ്ലൂ റിബൺ അവളെ ആകാശത്തെ പോലെ ആക്കി. മാക്സ് റെഡ് റിബൺ മേഡ് ഹിം ബീം ലൈക്ക് ദ സെറ്റിംഗ് സൺ. മാക്സിന്റെ റെഡ് റിബൺ എന്താക്കി അവനെ എന്താണ് ഈ സൂര്യൻ അസ്തമിക്കുന്ന ടൈമിലുള്ള റെഡ് കളറില്ല അതുപോലെയാക്കി. മിയാസ് ഗ്രീൻ റിബൺ ഗേവ് ഹെർ ദ ലുക്ക് ഓഫ് എ ലഷ് ഗ്രീൻ ഫോറസ്റ്റ്. മിയ കിട്ടിയിരുന്ന ഗ്രീൻ റിബൺ ആണ് അല്ലേ. അവളെന്താണ് അവളെ അത് ഇട്ടപ്പോൾ എന്താണ് ആ ഒരു ഗ്രീൻ ഫോറസ്റ്റ് അല്ലെ, ഒരു കാട് പോലെ തോന്നിച്ചു അല്ലെ, പച്ച കാട് പോലെ തോന്നിച്ചു. പിന്നെന്താണ് ലിയോസ് യെല്ലോ റിബൺ മേഡ് ഹിം ഷൈൻ ലൈക്ക് ദ സൺ അല്ലെ. ലിയോന്റെ യെല്ലോ റിബൺ എന്താക്കി സൂര്യനെ പോലെ തിളങ്ങി അവനെ കണ്ടപ്പോൾ അല്ലെ. ദേ ഡാൻസ് ആൻഡ് പ്ലേഡ്. അവരെന്താക്കി ഡാൻസ് ചെയ്യാൻ തുടങ്ങി, കളിക്കാൻ തുടങ്ങി അല്ലെ. ഇറ്റ് ലുക്ക്ഡ് ലൈക്ക് എ വൈബ്രന്റ് പ്ലൂംസ് ഓഫ് പീകോക്ക്. ഇതെന്താണ് തോന്നിയത്? അതൊരു മയിലിന്റെ ഒരു വൈബ്രന്റ് പ്ലൂംസ് ഓഫ് എ പീകോക്ക് എന്ന് പറഞ്ഞാൽ എന്താണ് മയിലിന്റെ ഒരു
തൂവലുകൾ പോലെ എന്താണ് കാണപ്പെട്ടു അല്ലെ, ചടുലമായ തൂവലുകൾ പോലെ കാണപ്പെട്ടു. കണ്ടോ, പല റിബൺസും കിട്ടിയിട്ട് അവർക്ക് ആ കളർ അവരുടെ മേലെ സ്പ്രെഡ് ചെയ്തത്. വാട്ട് ഹാപ്പൻ വെൻ ദേ ടൈഡ് ദ റിബൺസ് അറൗണ്ട് ദെയർ ബോഡി? എന്താണ് സംഭവിച്ചത്? അവരുടെ ആ റിബൺസ് അവരുടെ മേല് കെട്ടിയപ്പോൾ എന്താ സംഭവിച്ചത്? അത് അവരുടെ സ്കിന്നിലേക്ക് സ്പ്രെഡ് ചെയ്തു അല്ലേ ആ കളർ. വാട്ട് കൈൻഡ് ഓഫ് ചേഞ്ചസ് ഡിഡ് ദ റിബൺ സ്പ്രിങ് ഇൻ ദ പീപ്പിൾ? എന്ത് ചേഞ്ചാണ് ആൾക്കാർക്ക് ആ റിബണ് കൊണ്ട് അവർക്ക് സംഭവിച്ചത്? എന്ത് ചേഞ്ചാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതായത് ആ റിബണുകൾ എന്ത് തരത്തിലുള്ള മാറ്റമാണ് അവർക്ക് കൊണ്ടുവന്നത് എന്ന്. ഓക്കെ, വാൾസ് ഓഫ് കളർ. ഇനി കളർ അല്ലേ, എന്താണ് കളർസ്, എന്താണ് വാൾസ്. വാൾസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ചുവരുകൾ അല്ലേ. അപ്പൊ നിറങ്ങളുടെ ചുവരുകളാണ് അല്ലേ. ബട്ട് സൂൺ എ കോൾഡ് വിൻഡ് ബ്ലൂ ത്രൂ ദ വില്ലേജ്, ഇറ്റ് സ്റ്റാർട്ടഡ് ടു ചേഞ്ച് ദിയർ അപ്പിയറൻസ്. അപ്പൊ പെട്ടെന്ന് എന്താക്കി, ഒരു കോൾഡ് വിൻഡ്, തണുത്ത കാറ്റ് ഇങ്ങോട്ട് അടിച്ചില്ലേ ആ വില്ലേജിലൂടെ. ഇറ്റ് സ്റ്റാർട്ടഡ് ടു ചേഞ്ച് ദിയർ അപ്പിയറൻസ്. അപ്പൊ എന്താക്കി, വീശിയപ്പോൾ അവരുടെ ഭാവങ്ങളൊക്കെ മാറാൻ തുടങ്ങി അല്ലേ. അപ്പിയറൻസ് ഒക്കെ മാറാൻ തുടങ്ങി. ഐ ആം ബ്ലൂ, ഞാൻ നീലയാണ്. ലില്ലി ക്രൈഡ് അല്ലേ. ലില്ലി പറഞ്ഞെന്താണ്, ഞാൻ ബ്ലൂ ആണെന്ന് പറഞ്ഞു അല്ലേ. ഐ ആം റെഡ്, മാക്സ് ഷൗട്ടഡ് അല്ലേ. ഞാൻ റെഡ് ആണെന്ന് മാക്സ് പറഞ്ഞു അല്ലേ. വി ലുക്ക് സോ ഡിഫറെന്റ്, ലിയോ സെഡ് ഫ്രൈറ്റൻഡ്. നമ്മളൊക്കെ എന്താ ഡിഫറെന്റ് ആയി, വ്യത്യസ്തമായി കാണപ്പെടുന്നു എന്ന് പറയാണല്ലേ ലിയോ. എന്താണ് ലിയോ ഭയത്തോടെ പറയാണ് അല്ലേ. ദ പീപ്പിൾ സെപ്പറേറ്റഡ് ബൈ കളേഴ്സ് മൂവ് ടു ഡിഫറെന്റ് കോർണേഴ്സ് ഓഫ് ദ വില്ലേജ്. അങ്ങനെ എന്താണ് നിറങ്ങളാൽ വേർപിരിഞ്ഞ ആളുകൾ എന്താണ് ഗ്രാമത്തിന്റെ വിവിധ കോണുകളിലേക്ക് മാറി അല്ലേ. അപ്പൊ മാക്സ് വിത്ത് ഹിസ് റെഡ് റിബൺ ടോൾഡ് the ones who had red ribbons we need to stick together. അപ്പൊ എന്താ ഇവിടെ പറയുന്നത്? ചുവന്ന റിബണുമായി മാക്സ് ചുവന്ന റിബണുമായി നിന്നവരോട് പറയാണ് അല്ലേ. എന്താണ്, നമ്മൾ ഒരുമിച്ച് നിൽക്കണം എന്ന് പറഞ്ഞില്ലേ. അപ്പൊ എന്താ അവിടെ പറഞ്ഞത്? ലില്ലി വിത്ത് ഹെർ ബ്ലൂ റിബൺ സെഡ് അല്ലെ. ലില്ലി എന്താണ് അവളുടെ ബ്ലൂ റിബണായി നിൽക്കുന്ന ആൾക്കാരോട് പറയാണല്ലേ. വി നീഡ് ടു സ്റ്റേ സേഫ് അല്ലെ, നമ്മൾ എന്താണ് സുരക്ഷിതയായിരിക്കണം എന്ന് പറഞ്ഞില്ലേ. ദ ഗ്രീൻ ആൻഡ് യെല്ലോ ഗ്രൂപ്പ്സ് ഡിഡ് ദ സെയിം. അവർ ഗ്രീൻ യെല്ലോ ഗ്രൂപ്പ് പറഞ്ഞത് അതന്നെ അല്ലെ. ഈച്ച് ബിൽഡ് ബിഗ് വാൾസ് അറൌണ്ട് ദെയർ കോർണർ. ഓരോരുത്തരും എന്താണ്, ഓരോരുത്തരും അവരുടേതായിട്ടുള്ള ഒരു കോണുകളിൽ എന്താണ് വലിയ വാൾസ് അല്ലെ, ബിഗ് വാൾസ് അങ്ങോട്ട് കെട്ടിപ്പടുത്തു അല്ലെ. അപ്പം ഓരോ ഗ്രീൻ ഉണ്ട്, യെല്ലോ ഉണ്ട്, റെഡ്, അങ്ങനെ എല്ലാവരും ബ്ലൂ ഒക്കെ ഉണ്ടല്ലോ. അവരൊക്കെ അവരുടേതായിട്ടുള്ള ഒരു ഇതില് ഒരു മതിലുകൾ പണിതു എന്നാണ് പറയുന്നത്. ഓക്കെ, വൈ ഡിഡ് ദ പീപ്പിൾ ബിൽഡ് ബിഗ് വാൾസ് അറൗണ്ട്? എന്തുകൊണ്ടാണ് ആൾക്കാർ അവരുടെ ചുറ്റും വലിയ ബിൽഡിംഗ്, അതായത് വലിയ വാൾസ് അല്ലെ, ചുവരുകൾ പണിതത്? ഡു യു അഗ്രി വിത്ത് ദെയർ ഡിസിഷൻ? വൈ? നിങ്ങൾ ആ തീരുമാനത്തിൽ നിങ്ങൾ അഗ്രി ചെയ്യുന്നുണ്ടോ, യോജിക്കുന്നുണ്ടോ? എന്തുകൊണ്ട് ഉണ്ടെങ്കിൽ അതിന് കാരണം പറയാ, ഇല്ലെങ്കിൽ അതിന് കാരണം പറയാം കേട്ടോ. ഓക്കെ, എ ട്രബിൾ അൺഫോൾഡ്. എന്താണ് എ ട്രബിൾ അൺഫോൾഡ്? എന്താണ് ഒരു ട്രബിൾ തുറക്കുന്നു അല്ലേ. എന്താണ് ഒരു കുഴപ്പം തുറക്കുന്നു. എന്താണ് ഡേയ്സ് പാസ്ഡ്, അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി അല്ലേ. ദ റെഡ് ഗ്രൂപ്പ് ഹാഡ് വാട്ടർ ബട്ട് നോ ഫുഡ്. ഐ ആം ഹംഗ്രി. അപ്പൊ എന്താണ് റെഡ് ഗ്രൂപ്പിൽ എന്താണ് വെള്ളം ഉണ്ട് അല്ലേ. അതിന് വെള്ളം ഉണ്ടായിരുന്നു, പക്ഷെ എന്താണ് നോ ഫുഡ്, ഫുഡില്ല അല്ലെ, ഭക്ഷണമില്ല. ഐ ആം ഹംഗ്രി, എനിക്ക് വിശക്കുന്നുണ്ട് എന്ന് മാക്സ് കംപ്ലൈന്റ് ചെയ്യാണ് അല്ലെ, പറയാണ് അല്ലെ. ദ ബ്ലൂ ഗ്രൂപ്പ് ഹാഡ് ഫുഡ് ബട്ട് നോ വാട്ടർ. അപ്പൊ ബ്ലൂ ഗ്രൂപ്പിൽ എന്താണ് ഫുഡ് ഉണ്ട്, പക്ഷെ വെള്ളമില്ല. ഐ ആം തേഴ്സ്റ്റി. അപ്പൊ എന്താണ് അവര് പറയാണ്, എന്താ തേഴ്സ്റ്റി. ലില്ലി സെഡ് അല്ലെ, ലില്ലി പറഞ്ഞില്ല എനിക്ക് ദാഹിക്കുന്നുണ്ട് എന്ന് പറഞ്ഞില്ലേ. ഹംഗ്രി അറിഞ്ഞ വിശക്കുക അല്ലെ, തേഴ്സ്റ്റി അറിഞ്ഞാൽ ദാഹിക്കുക അല്ലെ, വെള്ളത്തിന് വേണ്ടി ദാഹിക്കുന്നുണ്ട് ലില്ലി പറഞ്ഞു. ദ ഗ്രീൻ ഗ്രൂപ്പ് ഹാഡ് വുഡ് ബട്ട് നോ ഷെൽട്ടർ. ഗ്രീൻ ഗ്രൂപ്പിൽ എന്താണ് വുഡ് ഉണ്ട് അല്ലെ. വുഡ് എന്ന് പറഞ്ഞാൽ എന്താണ് അതിന് വിറകുണ്ടായിരുന്നു, പക്ഷെ എന്താണ് ഷെൽട്ടർ ഇല്ല അല്ലെ. അതായത് മരക്കഷ്ണങ്ങളുണ്ട്, പക്ഷെ ഷെൽട്ടർ ഇല്ല. വി ആർ വെറ്റ്. എന്താണ് ഞങ്ങള് നനഞ്ഞു എന്ന് പറയാണ് അല്ലെ. വി ആർ വെറ്റ്. വെറ്റ് എന്ന് പറഞ്ഞാൽ നനവ് അല്ലെ. മിയർ റിപ്പോർട്ടഡ്. ദ യെല്ലോ ഗ്രൂപ്പ് ഹാഡ് ഷെൽട്ടർ ബട്ട് നോ ഫയർ വുഡ് അല്ലെ. അപ്പൊ യെല്ലോ ഗ്രൂപ്പിൽ എന്താണ് ഷെൽട്ടർ ഉണ്ട്, പക്ഷെ എന്താണ് അവർക്ക് ഫയർവുഡ് ഇല്ല അല്ലെ, വിറക്കില്ല. ഐ ആം കോൾഡ്. ലിയോ ഷിവേർഡ്, എനിക്ക് തണുത്തിട്ട് വയ്യാന്ന് പറയാണല്ലേ. ലിയോ വിറച്ച് പറയാണല്ലേ. ദ ക്രൈസ് ഫോർ ഹെൽപ്പ് സൗണ്ടഡ് ലൈക്ക് എ കോറസ് അല്ലെ. എന്താണ് അപ്പം അവര് സഹായത്തിനുള്ള നിലവിളികൾ ഒരു ഗായക സംഘം പോലെ ആക്കിയിരുന്നില്ല അവരെ. കോറസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു കോറസ് പോലെ ആക്കിയിരുന്നു അവരുടെ സൗണ്ട് അല്ലേ. ഓരോരുത്തരും എന്താണ് എനിക്ക് ഹംഗ്രി ആവുന്നുണ്ട്, തേഴ്സ്റ്റി ആവുന്നുണ്ട്, വെറ്റാണ്, ഞങ്ങള് കോൾഡ് ചെയ്യുന്നുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയുകയാണല്ലേ. അപ്പൊ അതെന്താണ് ഒരു കോറസ് പോലെ തോന്നിച്ചു അല്ലെ. ഹിയറിംഗ് ദ ഹെൽപ്ലെസ് കോൾസ് എ സ്ട്രേഞ്ചർ അറൈവ്ഡ്. വൈ ആർ യു ഹൈഡിങ് ആൻഡ് ഷൗട്ടിങ് ഹി ആസ്ക്ഡ് അല്ലെ. അപ്പൊ ഈ ഹെൽപ്ലെസ് കോൾ അല്ലെ,
ഇങ്ങനെ ഈ എന്താണ് ഈ നിസ്സഹായമായ വിളികൾ കേട്ട് എന്താണ് ഒരു സ്ട്രേഞ്ചർ ഇല്ല ഒരു അപരിചിതൻ അവിടെ എത്തി. എന്തുകൊണ്ടാണ് വൈ ആർ യു ഹൈഡിങ് ആൻഡ് ഷൗട്ടിങ്, നിങ്ങൾ എന്തുകൊണ്ടാണ് ഒളിച്ചു നിന്നിട്ട് എന്താണ് അലറുന്നത്? ഹി ആസ്ക്ഡ്, അയാൾ ചോദിച്ചില്ല നിങ്ങൾ ഒളിച്ചു നിന്നിട്ട് അലറുന്നത് എന്തിനാന്ന് ഈ സ്ട്രേഞ്ചർ അവരോട് ചോദിച്ചു അല്ലേ. വാട്ട് പ്രോബ്ലം ഡിഡ് ഈച്ച് ഓഫ് ദ കളേർഡ് ഗ്രൂപ്പ് ഫേസ്, എന്തൊക്കെ പ്രോബ്ലംസ് ആണ് ഓരോ ഗ്രൂപ്പുള്ള കളേഴ്സിലുള്ള ഓരോ ഗ്രൂപ്പുകളുണ്ടല്ലോ കളേഴ്സായിട്ട് സെപ്പറേറ്റ് ആയിട്ടുള്ള ആ ഗ്രൂപ്പിലുള്ള ആൾക്കാരൊക്കെ ഫേസ് ചെയ്ത് എന്തൊക്കെ പ്രോബ്ലംസ് ആണ്. അപ്പോൾ ഇവിടെ പറയുന്നുണ്ട് അല്ലേ എന്താണ് ഇവിടെ റെഡ് ഗ്രൂപ്പിന് എന്താണ് വെള്ളമുണ്ട് ബട്ട് ഫുഡില്ല അല്ലേ. ബ്ലൂ ഗ്രൂപ്പിന് ഫുഡ് ഉണ്ട് പക്ഷേ വെള്ളമില്ല. അങ്ങനെ ഓരോരുത്തർ ഗ്രീൻ ഗ്രൂപ്പിന് വുഡ് ഉണ്ട് ഷെൽട്ടർ ഇല്ല. അതുപോലെ യെല്ലോ ഗ്രൂപ്പിന് എന്താണ് ഷെൽട്ടർ ഉണ്ട് പക്ഷേ ഫയർ വുഡ് ഇല്ല അല്ലേ. അങ്ങനെ ഓരോ പ്രോബ്ലംസ് ഫേസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഈ സ്ട്രേഞ്ചർ വന്നിട്ട് ചോദിക്കുകയാണ് നിങ്ങൾ എന്തിനാണ് ഹൈഡ് ചെയ്തിട്ട് ഷൗട്ട് ചെയ്യുന്നതെന്ന് ചോദിക്കുകയാണ് അല്ലേ. വിളിച്ച് നിന്നിട്ട് അങ്ങനെ അലറുന്നത് എന്തിനാന്ന് ചോദിക്കുകയാണ് അല്ലേ. ഇനി പാത്ത് വേ ടു യൂണിറ്റി, എന്താണ് യൂണിറ്റി അല്ലേ, ഒരുമിച്ചിട്ടുള്ള ഒരു ഇതാണ് അല്ലേ, ഒരുമിക്കാനുള്ളൊരു വഴി, ഐക്യത്തിലേക്കുള്ള പാത അല്ലെ. അപ്പൊ വി ലീവ് ഓൺലി വിത്ത് ദോസ് ഓഫ് അവർ കളർ, സംവൺ റിപ്ലൈഡ്, ഞങ്ങൾ ഞങ്ങളുടെ നിറത്തിലുള്ളവരോടൊപ്പമാണ് ജീവിക്കുന്നത്. ആരോ മറുപടി പറഞ്ഞില്ലേ, സംവൺ റിപ്ലൈഡ് അല്ലെ. വി നീഡ് ടു സർവൈവ്, ഞങ്ങൾക്ക് എന്താണ് അതിജീവിക്കണം. ലില്ലി സ്പോക്കപ്പ് അല്ലെ, ലില്ലി സംസാരിച്ചു അല്ലെ. വി നീഡ് വാട്ടർ, നമുക്ക് വെള്ളം വേണം. ദ ബ്ലൂ ഗ്രൂപ്പ് സെഡ് ലൗഡ്ലി അല്ലെ, ബ്ലൂ ഗ്രൂപ്പ് പറഞ്ഞ് ഞങ്ങൾക്ക് വെള്ളം വേണം. ഹൂ വിൽ ബ്രിങ് അസ് ഫുഡ്, ആരാ ഞങ്ങൾക്ക് ഫുഡ് കൊണ്ടുവന്ന് തരിക. ദ റെഡ് ഗ്രൂപ്പ് ആസ്ക്ഡ് അല്ലെ, റെഡ് ഗ്രൂപ്പ് ചോദിച്ചു ഞങ്ങൾക്ക് അങ്ങനെ ഫുഡ് കൊണ്ടുവന്ന് തരിക എന്ന് ചോദിക്കുക അല്ലെ. ഷെൽട്ടർ ഈസ് എസെൻഷ്യൽ ഫോർ എസ്, ഗ്രീൻ ഗ്രൂപ്പ് സെഡ് അല്ലെ. അപ്പൊ എന്താണ് അഭയ ഞങ്ങൾക്ക് അത്യാവശ്യമാണെന്ന് പറയാണ് അല്ലെ. വി നീഡ് വാംത്ത്, യെല്ലോ ഗ്രൂപ്പ് ഷൗട്ടഡ് അല്ലെ, ഞങ്ങൾക്ക് ചൂട് ആവശ്യമാണെന്ന് യെല്ലോ ഗ്രൂപ്പും പറയാണ് അല്ലെ. ദേ ഓൾ പാനിക്ഡ്, എല്ലാവരും പേടിച്ചിട്ടുണ്ട് അല്ലെ. ആൻഡ് ദേ ഹോപ്പ്ഫുള്ളി ലുക്ക്ഡ് അറ്റ് ദ ഷൈനിങ് ഐസ് ഓഫ് ദ സ്ട്രേഞ്ചർ, അപ്പൊ അവിടെ വന്ന ആ സ്ട്രേഞ്ചർ എന്ന് പറഞ്ഞാൽ ഏതോ ഒരാളാണ്, അപരിചിതനാണ് അല്ലെ. അപ്പോൾ അവരെന്താണ് ആ സ്ട്രേഞ്ചറിന്റെ കണ്ണുകളിലേക്ക് അല്ലെ, തിളങ്ങുന്ന കണ്ണുകളിലേക്ക് നോക്കി പ്രതീക്ഷയോടുകൂടി നോക്കിയിട്ട് പറയുകയാണ് അല്ലെ. ഹി സ്മൈൽഡ് ജെന്റ്ലി ആൻഡ് അഡ്വൈസ്ഡ്, അപ്പൊ അയാൾ പുഞ്ചിരിച്ചില്ല, മെല്ലെ പുഞ്ചിരിച്ചിട്ട് അഡ്വൈസ് ചെയ്തില്ല, അവരോട് പറഞ്ഞു ഷെയർ വാട്ട് യു ഹാവ് യു വിൽ ബി ഹാപ്പി, നിങ്ങൾക്കുള്ളത് എന്താണോ അത് നിങ്ങൾ ഷെയർ ചെയ്യും, അപ്പൊ നിങ്ങൾ ഹാപ്പി ആവും, നിങ്ങൾ സന്തോഷവാന്മാരാവും എന്ന് പറഞ്ഞില്ലേ. നിങ്ങൾക്ക് എന്താണോ ഉള്ളത് അത് മറ്റൊരായിട്ട് ഷെയർ ചെയ്യൂ, അപ്പൊ നിങ്ങൾക്ക് എന്താവും, നിങ്ങൾ ഹാപ്പി ആവും എന്ന് പറഞ്ഞില്ലേ. ഷെയറോ എന്താണ് ഷെയർ എന്ന് പറഞ്ഞാൽ എന്താ, ഷെയർ ചെയ്യാനോ എന്ന് ചോദിക്കുകയാണ് അല്ലേ. പങ്കിടുകയോ എന്ന് ചോദിക്കുകയാണ് അല്ലേ. ആസ്ക് ദ പീപ്പിൾ ടുഗദർ, ഒരുമിച്ച് ചോദിക്കാല്ലേ. വി കനോട്ട്, ഞങ്ങൾക്ക് കഴിയില്ല. ദേ സെഡ് ഫേംലി, അവർ ഒരുമിച്ച് പറഞ്ഞില്ലേ. ദ സ്ട്രേഞ്ചർ സ്മൈൽഡ് ആൻഡ് സെഡ്, അപ്പൊ സ്ട്രേഞ്ചർ എന്താക്കി പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞില്ലേ. ഷെയറിങ് ഈസ് ദ ഓൺലി വേ, എന്താണ് അപ്പൊ ഈ ഷെയറിങ് എന്നതാണ് എന്ത് ഏക പോംവഴി ഉള്ളത് എന്ന് പറഞ്ഞില്ലേ. അവരോട് പറയാണ്. വൈ ഡിഡ് ദ പീപ്പിൾ റിഫ്യൂസ് ടു ഷെയർ ദെയർ തിങ്സ്, എന്തുകൊണ്ടാണ് ആ പീപ്പിള് അവരുടെ സാധനങ്ങൾ ഷെയർ ചെയ്യുന്നത് റിഫ്യൂസ് ചെയ്തത് എന്തുകൊണ്ടാണ്. വാട്ട് വാസ് ദ സ്ട്രേഞ്ചേഴ്സ് അഡ്വൈസ്, എന്താണ് ആ സ്ട്രേഞ്ചർ അവരോട് അഡ്വൈസ് ചെയ്തത്. ഇഫ് ദേ ഡോണ്ട് ലിസൺ ടു ദ സ്ട്രേഞ്ചേഴ്സ് അഡ്വൈസ് വാട്ട് മൈറ്റ് ഹാപ്പൻ, അവർ ഈ സ്ട്രേഞ്ചർ പറഞ്ഞ കാര്യങ്ങൾ അവർ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ അവർക്ക് എന്താ സംഭവിക്കുക എന്നാണ്. ഇനി ഡാൻസ് ഓഫ് കളേഴ്സ്, എന്താണ് നിറങ്ങളുടെ നൃത്തം. ദ വില്ലേജേഴ്സ് ലുക്ക്ഡ് അറ്റ് ഈച്ച് അതർ, എന്താണ് വില്ലേജേഴ്സ് അവർ ഗ്രാമവാസികൾ അന്യോന്യം പരസ്പരം നോക്കിയില്ലേ. ദേ തോട്ട് ഫോർ എ വൈൽ, അവർ കുറച്ചു നേരം ചിന്തിച്ചു അല്ലേ. സ്ലോലി മെല്ലെ ദേ ബിഗൻ ടു ഷെയർ വാട്ട് ദേ ഹാഡ്, അങ്ങനെ എന്താക്കി അവർ മെല്ലെ അവർക്ക് അവരുടെ കയ്യിൽ എന്തുള്ളതാണ് അത് അവർ ഷെയർ ചെയ്യാൻ തുടങ്ങി അല്ലേ. അവരുടെ കയ്യിലുള്ളത് അവർ ഷെയർ ചെയ്യാൻ തുടങ്ങി. ദെൻ എ മിറക്കിൾ ഹാപ്പൻ, അപ്പോൾ ഒരു അത്ഭുതം സംഭവിച്ചു. എന്താ, എവരി വൺ ഗോട്ട് എവറിത്തിങ് ദേ നീഡ് അല്ലെ, എല്ലാവർക്കും എല്ലാം കിട്ടി, അവർക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ കിട്ടി, അവർ ഷെയർ ചെയ്തപ്പോൾ അല്ലെ. സ്ലോലി ഹാപ്പിനെസ് ബിഗൻ ടു സ്പ്രെഡ് ഇൻ ദ എൻറ്റയർ വില്ലേജ്, അങ്ങനെ മെല്ലെ എന്താക്കി ആ സന്തോഷം ആ വില്ലേജിൽ മൊത്തം ഇട്ട് വരാൻ തുടങ്ങി അല്ലെ, സ്പ്രെഡ് ചെയ്തു. ദേ പുൾ ഡൗൺ ദെയർ വാൾസ് ആൻഡ് കമ്പൈൻ ദെയർ റിബൺസ് അല്ലെ. അപ്പൊ എന്താക്കി അവരുടെ വാൾസുകളൊക്കെ അങ്ങോട്ട് അവർ പൊളിച്ചു മാറ്റി അല്ലെ. പിന്നെന്താണ് കമ്പൈൻ ദ റിബൺസ്, റിബണുകൾ എന്താക്കി അവര് ഒന്നിച്ച് ചേർത്ത് അല്ലെ. ഓൾ ദ റിബൺസ് ടുഗദർ ടേൺ ഇൻ എ ബ്യൂട്ടിഫുൾ റെയിൻബോ, എല്ലാ റിബണും കൂടി കൂടിയപ്പോൾ എന്തായി, ഒരു നല്ല ഭംഗിയുള്ള മഴവില്ലായി അല്ലെ, റെയിൻബോ ആയി. ദ പീപ്പിൾ ലുക്ക്ഡ് അറ്റ് ദ റെയിൻബോ ആൻഡ് ഡാൻസ്ഡ്, അങ്ങനെ പീപ്പിൾ എന്താക്കി റെയിൻബോനെ നോക്കിയിട്ട് ഡാൻസ് കളിക്കാൻ തുടങ്ങി അല്ലെ. കോളിംഗ് ദംസെൽസ് ദ റെയിൻബോ പീപ്പിൾ, അവരെ വിളിച്ചെന്താണ് റെയിൻബോ പീപ്പിൾ എന്നല്ലേ, മഴവില്ല് ജനത എന്ന് വിളിച്ചില്ലേ. എല്ലാ റിബണുകളും ഒരുമിച്ച് മനോഹരമായ മഴവില്ലായിട്ട് മാറി. അപ്പോൾ ആളുകൾ ആ മഴവില്ല് നോക്കിയിട്ട് എന്താക്കി ഡാൻസ് ചെയ്തു അല്ലേ, മഴവില്ലിനെ നോക്കി നൃത്തം ചെയ്തു. ആ മഴവില്ലിനെ റെയിൻബോ പീപ്പിളിന് അവരെന്താക്കി
അവർ സ്വയം വിളിച്ചു അല്ലേ. ദ റെയിൻബോ റിബൺ ബിക്കെയിം എ സിംബൽ ഓഫ് ദെയർ ന്യൂലി ഫൗണ്ട് യൂണിറ്റി ആൻഡ് ജോയ് അല്ലേ. അപ്പോൾ എന്താ, മഴവില്ല് റിബൺ അവരുടെ പുതുതായി കണ്ടെത്തിയ എന്താണ്, ആ യൂണിറ്റിയുടെയും ഐക്യത്തിൻ്റെയും ഹാപ്പിനെസ്സിൻ്റെയും സന്തോഷത്തിൻ്റെയും എന്താണ് പ്രതീകമായി മാറി അല്ലേ. ദ വാം ബ്രീസ് റിട്ടേൺ ആൻഡ് ദ റെയിൻബോ പീപ്പിൾ ഫെൽറ്റ് ഹാപ്പി അല്ലേ. അങ്ങനെ എന്താക്കി, നല്ല വാമായിട്ടുള്ള ബ്രീസ് എന്താക്കി തിരിച്ചെത്തി അല്ലേ, ചൂടുള്ള കാറ്റ് തിരിച്ചെത്തി മഴവില്ല് ജനതയ്ക്ക് അല്ലേ, റെയിൻബോ പീപ്പിളിന് സന്തോഷം തോന്നി അല്ലേ. ദ ലീവ്ഡ് ടുഗദർ ഇൻ ഹാർമണി, ഐക്യത്തോടെ എന്താക്കി, അവർ ഐക്യത്തോടു കൂടി ഒരുമിച്ച് ജീവിച്ചു അല്ലേ. ഓക്കെ, കരോലിൻ അസ്കറാണ് ഇത് എഴുതിയിരിക്കുന്നത്. ഓക്കെ, എന്താ സ്റ്റോറി ഇഷ്ടമായോ? അപ്പോൾ ഈ ക്വസ്റ്റ്യൻ നോക്കിയാൽ വില്ലേജേഴ്സ് പുൾ ഡൗൺ ദെയർ വാൾസ്, വാട്ട് ഹാപ്പൻ നെക്സ്റ്റ്. വില്ലേജേഴ്സ് എന്താക്കി, അവരുടെ ചുമരുകൾ എന്താക്കി, പൊളിച്ച് കളഞ്ഞത് അല്ലേ. അപ്പോൾ ബാക്കി പിന്നെന്താ സംഭവിച്ചത്, അടുത്തത് പിന്നെന്താ സംഭവിച്ചത്?